ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധകരോടുള്ള യുദ്ധപ്രഖ്യാപനമാണോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാൽ വെറുക്കപ്പെട്ടവരെല്ലാം പുകഴ്ത്തുന്നു, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാൽ പ്രിയപ്പെട്ടവരെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. പീറ്റർ ഹാർട്ലിയെ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നിയമിക്കുന്നതിന് ആരാധകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ഇവിടെ ഒന്ന് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ പീറ്റർ ഹാർട്ലി ആഷ്ലി വെസ്റ്റ്വുഡിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എത്രമാത്രം സ്മൂത്തായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരു നിതാന്ത ശത്രു തന്നെയായിരുന്നു ഹാർട്ലി എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. പുള്ളി ജംഷഡ്പൂരിൽ കളിക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കെതിരെയും ആരാധകർക്കെതിരെയും ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിൽ കൂടെ മെഴുകിയിട്ടുള്ളതാണ്. പിന്നെ ഫാൻ ഫൈറ്റ് നടത്തുന്ന പിള്ളേരെ പോലെ കമന്റ് ബോക്സിൽ ആരാധകരുമായിട്ട് പച്ചക്കടി നടത്തിയിട്ടുള്ള പുള്ളിയാണ് ഈ പീറ്റർ ഹാർട്ലി. പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടു പോയതിനു ശേഷവും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടുള്ള കലിപ്പ് തീർന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, രാഹുൽ KP ലൂക്കാ മജിസിനുമായിട്ടുള്ള ഇഷ്യൂവിൽ രാഹുൽ KPയുടെ നെഞ്ചത്ത് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുമായിട്ട് വന്ന് കയറാനും ഇയാൾക്ക് യാതൊരു മടിയില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും താരങ്ങളെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പുറത്തുപോയ ശേഷവും വിടാതെ പിന്തുടരുന്ന പ്രേതത്തിനെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പീറ്റർ ഹാർട്ലി ഇനി ആരാധകരാൽ വാഴ്ത്തപ്പെടേണ്ടവനായി മാറുമോ? അല്ലെങ്കിൽ ഹാർട്ലി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷ്ലി വെസ്റ്റ്വുഡ് ആയാലും പീറ്റർ ഹാർട്ലി ആയാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് തുണിവൊക്കെ കാണിക്കുന്ന ടീംസാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം പൊട്ടിത്തെറിക്കുന്ന ടീംസാണ്. ഈ മാനേജ്മെന്റിന്റെ പിഴച്ച നയങ്ങളെക്കുറിച്ച് അവർ ഓപ്പണായിട്ട് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിഖായൽ സ്റ്റെഹ്റ എന്ന് പറയുന്ന ഒരു പരിശീലകൻ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടാണ് പോയത്. നമ്മളതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ആരാധകർക്കിടയിൽ പോലും അതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാനേജ്മെന്റ് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഒരു കോച്ച് പകുതിക്ക് വെച്ച് പറഞ്ഞിട്ട് പോയിട്ട് ഒന്നെങ്കിൽ ഇവിടുത്തെ മീഡിയക്കെല്ലാം ഒരു ഭിക്ഷ കൊടുത്ത് നിർത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഇവിടെ ഒരു PR പരിപാടി നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ അത് വിട്. ഏതായാലും പീറ്റർ ഹാർട്ലിയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, ശത്രുതയാണ്, അടിയാണ്, ഇടിയാണ്, വെടിയാണ്, കുത്താണ്. ഇനി അങ്ങേരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നിയമിക്കപ്പെട്ടതിന് ശേഷം നല്ല റിസൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് കാത്തിരുന്ന് കാണണം.